ആദ്യ കാലഘട്ടങ്ങളിൽ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ ഫീൽഡ് പലപ്പോഴും കിടമത്സരങ്ങൾക്ക് വഴി തുറക്കുമായിരുന്നു. ഫൈനാൻസ്, ലേബർ തുടങ്ങിയ പ്രശ്നങ്ങൾ പുതുതായി ഈ മേഖലയിൽ എത്തുന്നവർക്ക് പലപ്പോഴും ഭീഷണിയാകാറുണ്ട്. എന്നാൽ കഠിനാധ്വാനവും ഉറച്ച മനസ്സുമാണ് തന്നെ ഈ മേഖലയിൽ പിടിച്ചു നിർത്തിയതെന്ന് റോയി ബിസിനസ് സ്റ്റാറിലൂടെ വ്യക്തമാക്കി. ഏത് ലൈനിലായാലും ആദ്യകാലങ്ങളിൽ ഈ മറ്റുള്ള കോൺട്രാക്ടേഴ്സിൻ്റെ ആയാലും അതുപോലെ തന്നെ മറ്റുള്ള ഈ ബിസിനസ് ലൈൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീറ്റഡ് ലൈനാണ്. അപ്പോൾ ആദ്യകാലങ്ങളിൽ നമ്മൾ ഈ ലൈനിലേക്ക് വരുന്ന സന്ദർഭങ്ങളിൽ വളരെയധികം പ്രോബ്ലംസ് നമ്മൾക്ക് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ മറ്റേ അത്രത്തോളമുള്ള ആ ഒരു ഫൈനാൻഷ്യൽ വളരെയധികം നമ്മൾ ക്രൈസിസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ലേബർ ഫോഴ്സസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിനകത്ത് പല കാര്യങ്ങളും ഇൻവോൾവ്മെൻ്റ് ആണല്ലോ. പിന്നെ ബേസിക് ഉണ്ടെന്ന് പറയുന്നത് നമുക്കുണ്ടായെന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് പിന്നെ ടൈമും അതൊന്നും നോക്കാതെ. അപ്പോൾ ആദ്യം എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമാണല്ലോ ഏറ്റവും വലിയ ഇതെന്നുള്ളത്. അപ്പോൾ അന്ന് ആവശ്യം ഉണ്ടായതിൻ്റെ പേരിൽ നമ്മൾ വളരെ കാര്യമായ രീതിയിൽ കഠിനാധ്വാനം ചെയ്തു. അല്ല, ആക്ച്വലി ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ടെൻഡേഴ്സ് ഞങ്ങൾക്ക് ഇഷ്യൂ ചെയ്യും, അപ്ലൈ ചെയ്യണം. ഞങ്ങൾക്ക് ഓൾറെഡി വി ആർ രജിസ്റ്റേർഡ് അണ്ടർ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, മീൻസ് MES എന്നാണ് ഞാൻ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിന് വേണ്ടിയിട്ടാണ് ആദ്യം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് ഞങ്ങൾക്ക് ടെൻഡർ ഇഷ്യൂ ചെയ്യും. അത് ഓൺലി ഫോർ രജിസ്റ്റേർഡ് കോൺട്രാക്ടേഴ്സിന് മാത്രമേ കൊടുക്കാറുള്ളൂ. ഈവൻ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ രജിസ്റ്റർ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ടെൻഡർ ഇഷ്യൂ ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ ടെൻഡർ ഇഷ്യൂ ചെയ്യുന്ന ഞാൻ മാത്രമല്ല ഉള്ളത്. ഇപ്പം ഞങ്ങളുടെ ബോംബെയിൽ തന്നെ ഇപ്പോൾ ഏതാണ്ട് റൗണ്ട് അബൌട്ട് 150-200 കോൺട്രാക്ടേഴ്സ് ഞങ്ങളുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോൺട്രാക്ടേഴ്സിൻ്റെ പലരും അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അങ്ങനെ ടെൻഡർ ഇഷ്യൂ ആവുന്ന സമയത്ത് ഞങ്ങൾ ആ ടെൻഡർ കോട്ട് ചെയ്യണം. കോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ 2-3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഒന്ന് മാർക്കറ്റ് റേറ്റ്സ്, 2 ലേബർ സ്ട്രെങ്ത്, പിന്നെ 3 നമ്മുടെ പിന്നെ അതിന് അഡ്മിനിസ്ട്രേഷൻ ചാർജസ്. ഇതെല്ലാം കൗണ്ട് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും വർക്കൗട്ടിങ് എല്ലാം ഒന്ന് തന്നെ ആയിരിക്കും. അപ്പം അത് കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടൊരു ടെൻഡർ ബിഡ് കോട്ടായി കഴിഞ്ഞതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആരാണ് ഏറ്റവും ലോവസ്റ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്കാണ് ഈ ടെൻഡർ കിട്ടുന്നത്. അപ്പോൾ വളരെയധികം മൈൻഡ് വളരെയധികം വർക്ക് ചെയ്യേണ്ട ഒരു ജോലിയാണിത്. പിന്നെ ആഫ്റ്റർ ടെൻഡർ കിട്ടിയതിന് ശേഷവും അത് വർക്ക് എക്സിക്യൂഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഞങ്ങളിപ്പം ആസ് ഞങ്ങൾ കോട്ട് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് പ്രസൻറ്റ് മാർക്കറ്റ് റേറ്റ് വെച്ചിട്ടാണ് ഞങ്ങൾ കോട്ട് ചെയ്യുക. ഇപ്പോൾ കിട്ടുന്ന മാർക്കറ്റിൻ്റെ ആ റേറ്റ് വെച്ചിട്ടാണ് ഞങ്ങൾ സാധാരണ കോട്ട് ചെയ്യുന്നത്. അപ്പോൾ സഡൻലി ഇപ്പം ഈ ഒരു 2-3-4 വർഷമായിട്ട് വളരെയധികം ഫ്ലക്ച്വേഷൻ വന്നിട്ടുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ അത് കാര്യമായ രീതിയിൽ ഞങ്ങളെ എഫക്റ്റ് ചെയ്തിട്ടുമുണ്ട്. അത് പിന്നെ അത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബിസിനസ് ആണല്ലോ. അപ്പം ഞങ്ങൾക്കിപ്പോൾ ഒരുപാട് വർക്കുള്ള സമയത്ത് ആ ഒരു റൊട്ടേഷൻ ബേസിൽ അത് സെറ്റിൽമെൻ്റ് ആയി പോകും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പല ആൾക്കാരും അതിനകത്ത് വളരെയധികം പ്രോബ്ലമാറ്റിക് ആയിട്ട് പല ആൾക്കാർക്കും അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഫാമിലിയിൽ വളരെയധികം എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, പേഴ്സണലി വളരെയധികം എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലർക്കും അത് സംഭവിച്ചിട്ടുണ്ട്. സ്പെഷ്യലി ഞങ്ങൾ ഈ വർക്ക് ചെയ്യുന്നത് ഈ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടാകുമ്പോൾ, മീൻസ് ഞങ്ങൾ സാധാരണ വർക്ക് ചെയ്യുന്നത് മിലിറ്ററി എന്ന് വെച്ചാൽ മിലിറ്ററി എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നേവി ആയാലും എയർഫോഴ്സ് ആയാലും ആർമി ആയാലും അവർ ആസിറ്റീസിൻ്റെ മിലിറ്ററി റൂൾസാണ്. അവർക്ക് ഇമ്പോർട്ടൻസ് ചെയ്യുന്ന ഒരു ടൈം അവർക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പം ഞങ്ങൾ കോൺട്രാക്റ്റിൽ രജിസ്റ്റേർഡ് ആവുന്ന സമയം തന്നെ ഞങ്ങൾ ഈ വകത്തിലുള്ള കാര്യങ്ങളെല്ലാം എഫിഡവിറ്റിലെല്ലാം ഞങ്ങളുടെ പ്രോപ്പർട്ടി മറ്റുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ അവർക്ക് പിന്നെ റൈറ്റിങ്ങിൽ ഇത് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എഫിഡവിറ്റ് എല്ലാം കൊടുക്കണം. ഇൻ കേസ് ഏതെങ്കിലും ബേസിൽ വർക്ക് ലേറ്റ് ആയി കഴിഞ്ഞാൽ അത് വളരെയധികം എഫക്റ്റ് ചെയ്യും. അത് ഫോമിനെ എഫക്റ്റ് ചെയ്യും. പിന്നെ പ്രോപ്പർട്ടി ജപ്തി ചെയ്യാനുള്ള റൈറ്റ്സ് ഒക്കെ അവർക്കുണ്ട്. ലേബേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ പൊതുവേ കിട്ടിക്കൊണ്ടിരിക്കുന്ന ലേബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2 വർക്ക് ചെയ്യുന്നുണ്ട്. ബോംബെയിലും ചെയ്യുന്നുണ്ട്, നാട്ടിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോംബെ സംബന്ധിച്ചിടത്തോളം പൊതുവേ നമുക്ക് ഈ ഒഡീസ എന്നുള്ള ലേബേഴ്സൊക്കെ വളരെ കുറവാണ്. നേരത്തെ ആന്ധ്ര, തമിഴ്നാട്ടിൽ നിന്നുള്ള ലേബേഴ്സൊക്കെ വളരെയധികം വരുമായിരുന്നു. ഇപ്പം ബേസിക്കലി ആ പ്ലേസുകളിലൊക്കെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായതിൻ്റെ പേരിൽ ഇപ്പം അവിടുന്ന് വലിയ റഷ് ഇല്ല, ലേബേഴ്സിൻ്റെ ഇങ്ങോട്ടുള്ള മൊമെൻറ്റ്സ് ഇല്ല. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ബംഗാളി എന്നുള്ള ലേബേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ബേസിക്കലി നമുക്കൊരു ഗ്രൂപ്പായിട്ട് കിട്ടാറുണ്ട്. പിന്നെ നമ്മൾ പീസ് വർക്ക്, മീൻസ് സബ് കോൺട്രാക്ട്സ്, ലേബർ കോൺട്രാക്ട്സ് ആയിട്ട് ഞങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. നാട്ടിലും വിവിധ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നാട്ടിൽ ഞാൻ ആദ്യം എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിട്ടുള്ളത് നാട്ടിലാണ്, ലേബേഴ്സിൻ്റെ ബേസിൽ. നാട്ടിലെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാലങ്ങളിലൊക്കെ വളരെയധികം പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ വന്നിട്ടുണ്ട്. നാട്ടിൽ ആദ്യം ഞാൻ വർക്ക് എടുക്കുന്ന സമയത്ത് അവിടെ ഈ കൺസ്ട്രക്ഷൻ തൊഴിലാളി യൂണിയനുണ്ട്. അപ്പോൾ അവരുടേതായ ലേബേഴ്സിനെ മാത്രമേ നമുക്ക് സൈറ്റിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ പല പാർട്ടികളുണ്ട്. ഇപ്പോൾ CITU, INTUC, BMS ഇങ്ങനെയുള്ള വളരെ ശക്തമായ യൂണിയൻ്റെ ലേബേഴ്സുണ്ട്.
അപ്പോൾ അവരുടേതായ ഷാർപ്പ് ഫാക്ടറി റൂൾ പോലെയാണ്. അവരുടെ കറക്റ്റ് ഇന്ന ടൈം 8 o'clock അവർ ജോലിക്ക് കയറും, പിന്നെ അവരുടെ ടീ ടൈം, പിന്നെ അവരുടെ ലഞ്ച് ടൈം, അങ്ങനെയുള്ള ചില സിസ്റ്റമാറ്റിക്കാണ്. പക്ഷേ അങ്ങനെ ആ ഒരു ബേസിലാണ് എനിക്ക് നാട്ടിൽ നിന്ന് ലേബറെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ബേസിലാണ്. പിന്നെ അതിൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിയൻ ബേസ്ഡ് ലേബർ എടുക്കുന്ന സമയത്ത് അവരുടേതായ ഒരു സിസ്റ്റമാറ്റിക്കിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അല്ല നമ്മുടേതായ ഒരു അണ്ടർ കൺട്രോളിങ് അതിനകത്ത് വളരെയായിട്ട് വരില്ല. പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം മെയിനായിട്ട് ഇപ്പോഴും ഞാൻ ചെയ്യുന്നത് എനിക്ക് കൂടുതലും ഈ ഹെറിറ്റേജ് ടൈപ്പ് ബിൽഡിങ്ങിലാണ് എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹെറിറ്റേജിൻ്റെ വർക്കാണ്. അതിന് അശ്വിനി എന്ന് പറഞ്ഞാൽ INS അശ്വിനി എന്നാണ് പറയുന്നത്. അത് ഈ നേവിയുടെ എയർഫോഴ്സ് ആർമിയുടെ വലിയൊരു ഹോസ്പിറ്റലാണ്. ഇവൻ ഏഷ്യയുടെ തന്നെ ഏതാണ്ട് നമ്മുടെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ്. അപ്പോൾ അതിൻ്റെ ഈ പൊതുവേ ഈ ബോംബെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ടുള്ളത് ഈ ബ്രിട്ടീഷ് ടൈമിലുള്ള പഴയ ബിൽഡിങ്ങുകളാണ്. അപ്പോൾ അതെല്ലാം ഹെറിറ്റേജിൽ വന്നിട്ട് ഹെറിറ്റേജ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്നതാണ്, അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബിൽഡിങ്ങിലാണ് നമ്മൾ പൊതുവായി ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള മെയിനായിട്ടുള്ള എൻ്റെ പ്രൊജക്ട്സ് അതെന്ന് പറഞ്ഞാൽ വളരെയധികം അത് വളരെയധികം വന്നു വെച്ചാൽ ഓൾഡ് പൊസിഷനിലേക്ക് ഇപ്പം ഒരുപാട് ബിൽഡിങ്ങിനകത്തുള്ള പ്രോബ്ലം ഒരുപാട് അഡീഷനൊക്കെ ചെയ്തിട്ട് അതിനകത്ത് വളരെ ഷേപ്പ് തന്നെ അവർ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. എഗെയിൻ പിന്നെ നമ്മൾ ആ ഓൾഡ് പൊസിഷനിലേക്ക് ആ ബിൽഡിങ് കൊണ്ടുവരികയാണ്. സെയിം ആദ്യം എങ്ങനെ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഹെറിറ്റേജിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ആ ടെൻഡേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇഷ്യൂ ചെയ്യത്തുള്ളൂ. പിന്നെ അതിൻ്റെ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യയുടെ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ അത് രജിസ്റ്റർ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. നാട്ടിൽ ഇപ്പം ഞാൻ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് നേവൽ ബേസിനകത്ത് ഗരുഡ എന്ന് പറയുന്ന ഒരു എയർബേസ് ഉണ്ട് നേവിയുടെ. എന്നുവെച്ചാൽ നമ്മുടെ പഴയ എയർപോർട്ടാണ്, കൊച്ചിൻ എയർപോർട്ട് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അവിടെ ഞാൻ 1-2 പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഒരുപാട് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീക്കിംഗ് സിമുലേറ്റർ, പിന്നെ അതുപോലെ പിന്നെ ഇപ്പോൾ ഒരു സ്നോബ് എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ വർക്ക്, അങ്ങനെ ഞാനങ്ങനെ കുറേ വർക്കുകൾ നാട്ടിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ റിപ്പേഴ്സ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. റിപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ഓൾഡ് ബിൽഡിങ്ങിൻ്റെ റിനോവേഷൻസ്, അത് പഴയ ബിൽഡിങ്സിൻ്റെ എല്ലാം റിനോവേഷൻ, അതെല്ലാം ഈ മാംഗ്ലോ ടൈൽസ് അങ്ങനെയുള്ള ഹെറിറ്റേജ് ടൈപ്പുള്ള ബിൽഡിങ്, അത് ബൾക്കി രീതിയിലുള്ള വർക്കുകളാണ്. ആക്ച്വലി ഞങ്ങൾ മാക്സിമം ഒരുപാട് ഈ എമർജൻസി വർക്കുകളൊക്കെ ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ഇപ്പം ഡിഫൻസിനകത്ത് ഇവൻ പ്രസിഡൻറ്റ് റിവ്യൂ ഉണ്ടാവും, പ്രൈം മിനിസ്റ്റർ റിവ്യൂ ഉണ്ടാവും, ഡിഫൻസ് മിനിസ്റ്റർ വരും. അപ്പോൾ അങ്ങനെയുള്ള ഈ സമയങ്ങൾ വരും. അങ്ങനെ വരുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പല വർക്കുകളും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞങ്ങളെ അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതുപോലുള്ള ചില സിറ്റുവേഷനിൽ നമുക്ക് ഡേ ആൻഡ് നൈറ്റ് നമുക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ആ ടൈമുകളിൽ ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം ഉള്ള എൻ്റെ സ്റ്റാഫും ഞങ്ങൾ ഫുൾ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു വർക്കാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ ഞങ്ങളുടെ ടാസ്ക് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെയധികം എഫക്റ്റ് ചെയ്യും. അപ്പം അവർക്ക് ഫുള്ളി ഡിപ്പെൻഡ് അപ്പോൺ നമ്മളെ മീൻസ് ഞങ്ങളിലാണ്. കാര്യം എന്ന് വെച്ചാൽ അവർക്കൊരു സോഴ്സസ് ഇല്ല. ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള ഈ ചില വർക്കുകളൊക്കെ അവർക്ക് നേവിയിൽ അല്ലെങ്കിൽ എയർഫോഴ്സിലോ അങ്ങനെ ഒരു കൺസ്ട്രക്ഷനിലൊരു സോഴ്സസ് ഇല്ല. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് കോൺട്രാക്ടേഴ്സിനെയാണ്. അപ്പോൾ ആ ടൈമിൽ അങ്ങനെയുള്ള ഇമ്പോർട്ടൻസ് ഉള്ള പല വർക്കുകളും നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ നമുക്ക് പല ഈ കമാൻഡിങ് ഓഫീസേഴ്സ് മീൻസ് ഞങ്ങൾക്കിപ്പോൾ ഇവിടെ നേവിയുടെ ഏറ്റവും വലിയ ആളെന്ന് പറയുന്നത് CNC എന്ന് പറയും, എന്ന് വെച്ചാൽ വെസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ ഹെഡ്. അങ്ങനെ അവരിൽ നിന്നുള്ള ഒരു അപ്രിഷിയേഷനൊക്കെ ഞങ്ങൾക്ക് പലപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ട്.